ൊപ്പം സഹപ്രവർത്തകരും ഉണ്ട്. കരമന പോലീസ് സ്റ്റേഷനിലെ CPO പ്രമോദ് സാറിന്റെ ആ ഒരു ഡാൻസിനപ്പുറം ഈ കൊമ്പുമീശയിൽ രഹസ്യമാണ് ആദ്യം അറിയേണ്ടത്. എന്താണ് നമ്മൾ മറ്റൊരു വെറൈറ്റി ഓണാഘോഷത്തിലേക്കാണ്. സ്റ്റേഷനിലെ, അതായത് പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിലൂടെയുള്ള കൊമ്പൻ മീശക്കാരൻ പോലീസുകാരുടെ ഡാൻസ് വൈറലാവുകയാണ്. തിരുവനന്തപുരം കരമന പോലീസ് സ്റ്റേഷനിലെ CPO പ്രമോദിന്റെ ചുവടുകൾ ഇതിനോടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഓണക്കാലത്ത് പോലീസ് സ്റ്റേഷനിലെ ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ ട്രെൻഡായിരിക്കുന്നത്. അങ്ങനെ ട്രെൻഡായ വൈറലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ കരമന പോലീസ് സ്റ്റേഷനിൽ നമ്മളുള്ളത്. എന്തായാലും ആ വൈറലായ പോലീസുകാരൻ്റെ ഡാൻസ്, ആ ഒരു വൈറൽ താരത്തിൻ്റെ അടുത്തെത്തിയൊപ്പം സഹപ്രവർത്തകരും ഉണ്ട്. കരമന പോലീസ് സ്റ്റേഷനിലെ CPO പ്രമോദ് സാറിൻ്റെ ആ ഒരു ഡാൻസിനപ്പുറം ഈ കൊമ്പുമീശയിൽ രഹസ്യമാണ് ആദ്യം അറിയേണ്ടത്. എന്താണ് ഈ കൊമ്പുമീശയുടെ രഹസ്യം? പോലീസ് ജോലി എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ മീശയും കൂടെ ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാണ്. ഓക്കെ, ഇനി ഡാൻസിലേക്ക്. ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു അസാധ്യ ഡാൻസ് ആയിപ്പോയി. ഇങ്ങനെയൊക്കെ കളിക്കുമോ മനുഷ്യർ? ഒരു വൈബിൽ അങ്ങനെ ചെയ്തുപോയതാണ്. പിന്നെ മകളാണ് പഠിപ്പിച്ചത്. അപ്പോൾ അവളെ പഠിപ്പിച്ച 2 ദിവസം സമയം ഉണ്ടായിരുന്നല്ലോ. ഏകദേശം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 7:30-8 മണിയാവും. അങ്ങനെ രാത്രി 9 മണിക്ക് ശേഷം 1 മണിക്കൂർ വെച്ചുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. അതിലാണ് ചെയ്തത്. ഈ പോലീസുകാർക്ക് വലിയ സ്ട്രെസ് എന്നാണ് പറയുന്നത്. ആ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി ഇത്രയും നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ കഴിഞ്ഞതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി, ഈ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു കലാഭവനിയുടെ ഒരു പാട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ കുഴപ്പമില്ല, ഞാൻ അത് അമ്പലത്തിൽ കളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, അച്ഛനെ ഞാൻ അഴകിയല്ല തരാം എന്ന് പറഞ്ഞിട്ട് അവളാണ് ആ പാട്ട് സെലക്ട് ചെയ്തത്. ഡാൻസ് കണ്ടതിന് ശേഷം ഈ മേലുദ്യോഗസ്ഥരൊക്കെ വിളിക്കുകയോ അല്ലെങ്കിൽ അഭിനന്ദനം അറിയുകയോ ചെയ്തിട്ടുണ്ട്? ഒരുപാട് പേര് വിളിച്ചിരുന്നു. ലാൻഡ് വിളിച്ചു, മൊബൈലും വിളിച്ചു. പിന്നെ ശബ്ദത്തിലെ പ്രശ്നമുണ്ട്. അന്നത്തെ ആഘോഷത്തിൻ്റെ ഒരു ഇതുവരെ മാറിയിട്ടില്ല. ഓണാഘോഷം തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളത് കഴിഞ്ഞു. പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഓണം കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയാണ്. എന്തായാലും SHO കൂടി, അബ്ദുൽ കൂടി ഉണ്ട്. സാറേ, ഈ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സാറിൻ്റെ ഡാൻസൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഡാൻസ് മാസ്റ്റർ കൂടിയാണ് ഇദ്ദേഹം. എന്താണ് ഈ ഒരു ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രചോദനം ഉണ്ടോ അങ്ങേക്ക്? കഴിഞ്ഞ വർഷം പൂജപ്പുര പോലീസ് സ്റ്റേഷനിലായിരുന്നു. അന്ന് അവിടെ SA ആയിട്ടായിരുന്നു. അന്ന് ഒരുപാട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ SHO ആയിട്ട് കരമന പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ അതിൻ്റേതായ തിരക്കുണ്ട്. അവിടെയും ഒരുപാട് നല്ല കലാകാരന്മാരുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു കലാകാരനെ നമുക്ക് കിട്ടിയത് ഒരുപാട് അഭിമാനമുണ്ട്. ഇപ്പോൾ എന്താണ് ക്രിസ്മസ് ഒക്കെ വരുന്നത്, അപ്പോൾ ആഘോഷങ്ങൾ ഇനിയുണ്ട്. ഇതിലും വലിയ രീതിയിലുള്ള ആഘോഷം ഉണ്ടാവും തീർച്ചയായും. എന്തായാലും ആഘോഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. പോലീസുകാർ വലിയ രീതിയിൽ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്, വലിയ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. ഈ സ്ട്രെസ് ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടലൊക്കെ തന്നെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. എന്തായാലും ഇത്തരം പരിപാടികൾ, ആഘോഷങ്ങൾ തുടരട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്.